ഓരോ വീടുകളിലും കയറി ചെന്നുകൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരാണ് ആശാപ്രവർത്തകന്മാർ. അപ്പോൾ അവരോട് വളരെ നല്ലൊരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും അവർക്ക് അവരുടെ വേതന വ്യവസ്ഥകളുണ്ടാവും. അതേ അവസരത്തിൽ അവരെ ഒരു മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അത് ഖേദകരമാണ്. ആശാപ്രവർത്തകർ എന്ന് പറയുന്നത് നമുക്കറിയാലോ, അവരൊക്കെ നാട്ടുമ്പുറങ്ങളിലും നഗരങ്ങളിലും ഒരേ നല്ലൊരു വികാരത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരോട് നല്ലൊരു സമീപനം ഗവൺമെന്റ് പുലർത്തേണ്ട ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അവരോട് നീതി പുലർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സമരത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പരിഹരിച്ചു കൊടുക്കണം. അതേതൊരു സമരവും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സമരത്തിലേക്ക് എത്താനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങളെ വിഷയങ്ങളെ പഠിച്ച് അതിനെ പരിഹരിച്ചു കൊടുക്കുക. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയമായിട്ട് പരിഹരിക്കണം, അല്ലാത്ത രീതിയിലാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം. ഉൾപ്പെടെ വളരെ മോശമായ രീതിയിലാണ് അവർക്കെതിരെ പ്രതികരണങ്ങൾ നടത്തുന്നത്. നമ്മുടെ എന്റെ നിലപാട് പറഞ്ഞു, ആശാപ്രവർത്തകന്മാരുടെ മാനുഷികമായിട്ടൊരു നിലപാട് അത് ഗവൺമെന്റ് പുലർത്തണം. ഈ ശശി തരൂരിന്റെ പോഡ്കാസ്റ്റ് മുഴുവൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹം ബിജെപിയിലേക്ക് ഒരിക്കലും പോവില്ല, സിപിഎമ്മിനെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തരൂരിന്റെ നിലപാടിൽ ഇപ്പൊ എങ്ങനെ കാണുന്നത്? അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. തരൂർ നല്ലൊരു ക്യാമ്പയിനറാണ്, യുഡിഎഫിന്റെ നല്ലൊരു ക്യാമ്പയിനറായിട്ട് തന്നെ തരൂരിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം യുഡിഎഫിന്റെ ഭാഗമാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്, ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകൾ യുഡിഎഫിനൊക്കെ നല്ല ഗുണം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുൻനിർത്തേണ്ട ഒരു കാര്യമുണ്ട് ക്യാമ്പയിനിലടക്കം. നിയമസഭ വരാനിരിക്കുന്നില്ലല്ലോ, ഓരോ തെരഞ്ഞെടുപ്പിലും അവരൊക്കെ ഇറങ്ങാറുണ്ടല്ലോ. എല്ലാ നേതാക്കന്മാരും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇറങ്ങാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നല്ല കേരളത്തിൽ കൂടുതൽ സജീവമാകാൻ മുന്നണിയുടെ കെട്ടുറപ്പ് ഇത്തരം വിഷയം മാത്രമല്ല, മുന്നണിയുടെ കെട്ടുറപ്പ് അത് നമ്മൾ ഭദ്രമാക്കി വെക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷന് അധികം സമയമൊന്നുമില്ല. നാളെ യുഡിഎഫിന്റെ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ലീഗ് ആവശ്യപ്പെടും ഇക്കാര്യം, കോൺഗ്രസിനോട് ആവശ്യപ്പെടും മുന്നണി യോഗത്തിന്. അതായത് യുഡിഎഫിന്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാ ഘടകകക്ഷികളും ഒരേപോലെ നല്ല നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. യുഡിഎഫിന്റെ കെട്ടുറപ്പാണോ കോൺഗ്രസിന്റെ കെട്ടുറപ്പാണോ പ്രശ്നം? അതായത് യുഡിഎഫിന്റെ കെട്ടുറപ്പിൽ ലീഗിന്റെ കെട്ടുറപ്പ് യുഡിഎഫിന്റെ കെട്ടുറപ്പാണ്. ഓരോ പാർട്ടിയുടെയും കെട്ടുറപ്പ് യുഡിഎഫിനെ ശക്തിപ്പെടുത്തും. അതിനെല്ലാ പാർട്ടികളും തയ്യാറാകണം. അതാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഈ കാസിമാരുടെ യോഗത്തിന് ഈ സംസ്ഥക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്ന തരത്തിൽ ഓഡിയോ ഒക്കെ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ശരിക്കും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥക്കെതിരെ? അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ചർച്ചകൾ ഉണ്ടാവും, ചർച്ചയിൽ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമല്ലോ, ആ രീതിയിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ വിമർശനമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഖാദി ഫൗണ്ടേഷൻ എന്നുള്ള സംസ്ഥയെ ശക്തിപ്പെടുത്താനുള്ളതാണ്, അത് സംസ്ഥയെ ക്ഷീണിപ്പിക്കാനുള്ളതല്ല. സംസ്ഥയുടെ നിർദ്ദേശങ്ങളെ മഹല്ലുകളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഖാദി ഫൗണ്ടേഷന്റെ താല്പര്യവും അതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതല്ലാതെ അവിടെ സംസ്ഥയ്ക്ക് എതിരായിട്ടൊന്നും ഉണ്ടാവാറില്ല. അല്പസമയം മുൻപ് വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു, അതിപ്പോ തെരഞ്ഞെടുപ്പ് കടുക്കുവാണല്ലോ. അതായത് എം.വി. ഗോവിന്ദന്റെ ഒരു വാചകമാണ്. അതായത് ഈ പിണറായി വിജയന് പാർട്ടി എല്ലാ കാലത്തും ഇളവ് അനുവദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് എല്ലാ സമയങ്ങളിലും ഇളവുണ്ട്. അത് മുൻപ് തന്നെ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നതാണ്. അങ്ങനെ പ്രായപരിധിയുടെ പേരിൽ മാറി നിൽക്കുന്നവരെ ഒരിക്കലും പാർട്ടി കൈവിടില്ല എന്ന തരത്തിലൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട കാര്യമുള്ളത് അവര് പറയട്ടെ. മാറ്റുക ചർച്ച ഇപ്പൊ നടക്കണം, അത് ഈ സമയത്ത് ഉയരേണ്ട ചർച്ചയാണോ?